ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാമത്തെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലൂടെ കരുവാറ്റ ശ്രീവിനായകൻ ഡോക്ടർ ടോണി ഇടിമണ്ണിക്കൽ ക്യാപ്റ്റനായുള്ള SH ബോട്ട് ക്ലബ് കൈനഗരി, രണ്ടാമത്തെ ട്രാക്കിലൂടെ പായിപ്പാട് ശ്രീകാന്ത് PP ക്യാപ്റ്റനായുള്ള KBC ആൻഡ് SFBC കുമരകം, മൂന്നാമത്തെ ട്രാക്കിൽ മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ പോലീസ് ബോട്ട് ക്ലബ്ബ് TR സുരേഷ് മുത്തുച്ചിപ്പി വീട് ക്യാപ്റ്റനായിട്ടുള്ള ടീമാണ്. നാലാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി ഫാദർ ടോണി പുളിക്കാട്ടുശ്ശേരി ലൂർദ് മാതാ ബോട്ട് ക്ലബ് ചേന്നങ്കരി, SH ബോട്ട് ക്ലബ് കൈനഗരി 2016 രൂപം കൊണ്ട ഒരു ബോട്ട് ക്ലബ് വള്ളംകളി സമിതിയാണ്. 2008 നീരണിഞ്ഞ കരുവാറ്റ ശ്രീ വിനായകനിലാണ് ഇവർ മത്സരത്തിനെത്തുന്നത്. സാധാരണ ചുണ്ടൻ വള്ളങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നത് പോലെ 53.25 കോൾ നീളവും 77 തുഴക്കാരും 5 അമരക്കാരും 7 നിലക്കാരും അടങ്ങുന്ന പോരാളി സംഘം മത്സരച്ചാലിൽ മുന്നോട്ട് നീങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കുമരകം ബോട്ട് ക്ലബ്ബ് KBC ആൻഡ് SFBC കുമരകം 1971 രൂപം കൊണ്ട കുമരകം ബോട്ട് ക്ലബ്ബ് 52 വർഷങ്ങളിലെ മത്സര ചരിത്രമുള്ള കുമരകം ബോട്ട് ക്ലബ്ബ് 1971, 72, 73, 82, 83, 84 വർഷങ്ങളിലായി 2 ഹാട്രിക്കുകളടക്കം 7 തവണ നെഹ്റു ട്രോഫി നേടിയ കുമരകം ബോട്ട് ക്ലബ്ബ് 2002 നീരണിഞ്ഞ പായിപ്പാടൻ ചുണ്ടനുമുണ്ട് ഒരു ഹാട്രിക് പെരുമ. രണ്ടായിരത്തി 2006, 2007 വർഷങ്ങളിലെ വിജയതിലകമണിഞ്ഞ പായിപ്പാടൻ ചുണ്ടനായിരുന്നു. 2018 നെഹ്റു ട്രോഫിയുടെ അവകാശിയെ പായിപ്പാടൻ ചുണ്ടനായ ആ ചുണ്ടൻ്റെ നീളം 52.25 കോൽ നീളം ആയി വേറിട്ടു നിൽക്കുകയാണ്. 81 തുഴക്കാരും 5 അമരക്കാരും 9 നിലക്കാരും അടങ്ങുന്ന ടീം. മറ്റൊന്ന് കേരളത്തിൻ്റെ സേനയാണ് കേരള പോലീസ് ബോട്ട് ക്ലബ്ബ് ആലപ്പുഴ. ജില്ലാ പോലീസ് ചീഫ് പ്രസിഡന്റായുള്ള പോലീസ് ബോട്ട് ക്ലബ്ബ് ഡെപ്യൂട്ടി കമാൻഡന്റ് കോർഡിനേറ്ററായി ഏകോപനം നടത്തുന്ന ഒരേ ഒരു ടീം. 2018 രൂപം കൊണ്ട തുഴച്ചിൽ സംഘം എല്ലാ മത്സരങ്ങളിലും ഫൈനലിലെത്തുന്ന മത്സര നൈപുണ്യം കാഴ്ചവെച്ച ഒരു അച്ചടക്കമുള്ള തുഴച്ചിൽ സംഘമായി മാറി. 2018 മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ വള്ളത്തിൽ രണ്ടാമതും 2022 ചമ്പക്കുളം വള്ളത്തിൽ 4ാമതുമായി എത്തിയ ടീം. നിലവിലെ വിജയിയായ ഈ ചുണ്ടൻ കാട്ടിൽ തെക്കേതിൽ വീണ്ടും മാറ്റുരയ്ക്കുകയാണ്. കേരളത്തിൻ്റെ സ്വന്തം സേന ഇപ്പോൾ മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന 2015 നീറ്റിലിറക്കിയ മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ 2022 നിലവിലെ നെഹ്റു ട്രോഫി CBL 8 മത്സരങ്ങളിലും ജയിച്ച പെരുമയുള്ള ചുണ്ടൻ വള്ളം. ലൂർദ് മാതാ ബോട്ട് ക്ലബ്ബ് ചേന്നങ്കരി 2009 രൂപം കൊണ്ട സമിതി വെപ്പ് വള്ളത്തിൽ നെഹ്റു ട്രോഫിയിൽ പരിശീലിച്ച ചുണ്ടൻ വള്ളം. ഒരു ദേശത്തെ 2 കരക്കാരുടെ ഏകതയുടെ പര്യായമായ ആയാപറമ്പ് പാണ്ടി വള്ളമായിരുന്നു വന്നത്. ഇപ്പോൾ മുന്നേറ്റം കൈവരിച്ചു കൊണ്ടിരിക്കുന്നു മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ വള്ളം എന്ന് തന്നെയാണ് തോന്നുന്നത്. പോലീസ് ബോട്ട് ക്ലബിൻ്റെ അച്ചടക്കമുള്ള വളരെ കൃത്യമായ നിയതമായ തുഴകളാണ് വീഴുന്നത്. ഒരു മിനിറ്റിൽ 60-നും 70-നും മുകളിൽ തുഴകൾ വീണുകൊണ്ട് അങ്ങനെ വളരെ ചിട്ടയായ ആ പരിശീലനത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ചുണ്ടൻ വള്ളത്തിന് ഒരു പ്രത്യേക നിറമാണ് നൽകിയിരിക്കുന്നത്. സാധാരണ കരിവീട്ടിയുടെ നിറമെങ്കിൽ ആഞ്ഞിലി തടിയുടെ നിറമെങ്കിൽ ഇതൊരു മഞ്ഞ നിറമാണ്, ചന്ദന വർണ്ണമുള്ള മഞ്ഞ നിറമാണ്. നമ്പർ 10 മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ വളരെ വ്യക്തമായ ലീഡ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. ചിറകുകൾ വിടർത്തി വെള്ളത്തുള്ളികൾ പളങ്ക് മണികൾ പോലെ പിന്നിലേക്ക് വാരി എറിഞ്ഞുകൊണ്ട് പുന്നമടക്കായലിൻ്റെ ഹൃദയധമനികളിലൂടെ കടന്നു വന്ന മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ വ്യക്തമായി തന്നെ മുന്നേറ്റം കൈവരിച്ചിരിക്കുകയാണ്. നമ്പർ 10 മൂന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന പോലീസ് ബോട്ട് ക്ലബ്ബ് ആലപ്പുഴ പോലീസ് ബോട്ട് ക്ലബ്ബ് കേരളത്തിലെ സേനയ്ക്ക് തന്നെ അഭിമാനമായിക്കൊണ്ട് മൂന്നാമത്തെ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്യുകയാണ്. മൂന്നാമത്തെ ഹീറ്റ്സിൽ പോലീസ് ബോട്ട് ക്ലബ്ബ് വളരെ വ്യക്തമായ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു. രണ്ടാമതായി ഫിനിഷ് ചെയ്യുന്നത് പായിപ്പാട് ചുണ്ടനാണ്. ശ്രീകാന്ത് PP ക്യാപ്റ്റനായുള്ള KBC കുമരകം വളരെ വ്യക്തമായ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ഒരു ബോട്ട് ക്ലബ്ബാണ്. രണ്ടാമത്തെ ട്രാക്കിലൂടെ വന്ന പായിപ്പാട് രണ്ടാമതായി ഫിനിഷ് ചെയ്യുന്നു. മൂന്നാമത്തെ ഹീറ്റ്സിൽ ഒന്നാമതായി പോലീസ് ബോട്ട് ക്ലബിൻ്റെ മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ വന്ന